പറയാൻ പോകുന്നത് ഓട്ടോകാഡ് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. നമ്മുടെ എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഓട്ടോകാഡ്. ഓട്ടോകാഡ് ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അതിനെ ചുരുക്കി CAD സോഫ്റ്റ്വെയർ എന്ന് പറയാം. CAD എന്നതിൻ്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. 1982 ഓട്ടോഡെസ്ക് കമ്പനിയാണ് ഈ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോകാഡ് 2021 ആണ്. ലേറ്റസ്റ്റ് വേർഷൻ ഓട്ടോകാഡ് 2021. ഇത് ഒരു 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓട്ടോകാഡുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓട്ടോകാഡിൻ്റെ ഡ്രോയിങ് ഇൻ്റർഫേസ്, അതിലുള്ള ഡിഫറെൻറ്റ് ടൂൾസിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ കമാൻഡ്സിൻ്റെ ഷോർട്ട് കട്ടുകൾ, ഡ്രോയിങ് മെത്തേഡ്സ്, ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ആദ്യം തന്നെ ഓപ്പണിംഗ് ഓഫ് ഓട്ടോകാഡ്. നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ ഓട്ടോകാഡിൻ്റെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോകാഡിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് ഒരു ന്യൂ ഡ്രോയിങ് ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ ഡ്രോയിങ് എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോകാഡിൻ്റെ വിൻഡോയുടെ ലെഫ്റ്റ് ടോപ്പിൽ ഒരു സ്റ്റാർട്ട് ടാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാർട്ട് ടാബിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണും. ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സെലക്ഷൻ ടാബ് ഓപ്പൺ ആവും. ഈ സെലക്ഷൻ ടാബിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്യൂട്ടോറിയൽസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് ഡ്രോയിങ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഡീഫാൾട്ടായിട്ട് ACAD എന്നുള്ള ടെംപ്ലേറ്റ് ആണ് നോർമലി സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡ്രോയിങ് എഡിറ്റർ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡ്രോയിങ് ടെംപ്ലേറ്റിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .dwt ആണ്. ഡ്രോയിങ് ടെംപ്ലേറ്റിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ .dwt ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, നമ്മൾ ഓട്ടോകാഡിൽ വരച്ചു കഴിഞ്ഞാൽ ഒരു ഫയൽ സേവ് ചെയ്യുന്ന ഡ്രോയിങ്ങിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ .dwg ആണ്. ഡ്രോയിങ്ങിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ .dwg ആണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡ്രോയിങ് ടെംപ്ലേറ്റിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ .dwt ആണ്. ഓട്ടോകാഡിൽ നമ്മൾ ഒരു പുതിയ ഡ്രോയിങ് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂ ഡ്രോയിങ് എഡിറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക. ഈ വിൻഡോയിൽ ഇതാണ് നമ്മളെ ഡ്രോയിങ് സ്പേസ്. ഈ വിൻഡോയിലെ ടോപ്പ് ലെഫ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓട്ടോകാഡ് സ്റ്റാർട്ട് ടാബ് ഉണ്ടാവും. അതിൻ്റെ തൊട്ട് റൈറ്റിലായിട്ട് ക്വിക്ക് അസസ് ടൂൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ബേസിക് മെനൂസ് ഉണ്ടാവും. നമ്മുടെ ബേസിക് ടൂൾസായ സേവ്, പ്രിൻറ്റ്, അതുപോലെ അൺഡു, റീഡു ഇതുപോലെയുള്ള ടൂൾസൊക്കെ വരുന്നത് ക്വിക്ക് അസസ് മെനു അല്ലെങ്കിൽ ബേസിക് മെനുവിലാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൂൾ പല്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് റിബൺ എന്ന് പറയാം. ഇനി ഈ റിബണിന് താഴെയായിട്ടുള്ള ഡ്രോയിങ് സെലക്ഷൻ ടാബ് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ടാബ്സ് സ്റ്റാർട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും പറ്റും. ഇനി ഈ വിൻഡോയുടെ ലെഫ്റ്റിൽ ബോട്ടത്തിൽ വ്യൂ സെലക്ഷൻ ടാബ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിനെ 2 തരത്തിൽ വ്യൂ ചെയ്യാൻ പറ്റും. ഒന്ന് മോഡൽ വ്യൂയിലും മറ്റൊന്ന് ലേ ഔട്ട് വ്യൂയിലും. ഇങ്ങനെ 2 തരത്തിൽ വ്യൂ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ടാബ്സാണ് വ്യൂ സെലക്ഷൻ ടാബ്സ്. ഇനി ഈ ഡ്രോയിങ് എഡിറ്റർ വിൻഡോയുടെ ബോട്ടത്തിൽ നമുക്കൊരു കമാൻഡ് പ്രോംപ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കമാൻഡ് പ്രോംപ്റ്റിലാണ് നമ്മുടെ ഇൻപുട്ട് കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. കമാൻഡ് പ്രോംപ്റ്റിന് താഴെ സ്റ്റാറ്റസ് ബാറിൽ കുറച്ച് ടൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൂൾസിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ടൂൾ. ഈ ടൂൾസ് നമ്മളെ ഡ്രോയിങ്ങിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ് വിൻഡോയുടെ ലെഫ്റ്റ് ബോട്ടത്തിലായിട്ട് ഡ്രോയിങ് കോർഡിനേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ന്യൂ ഡ്രോയിങ് ടെംപ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോകാഡിൻ്റെ ഡ്രോയിങ് വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോകാഡിലെ കോർഡിനേറ്റ് സിസ്റ്റംസിനെ പറ്റിയിട്ടാണ്.
നമ്മൾ ഓട്ടോ കാഡിൽ വരക്കുന്ന എല്ലാ ഡ്രോയിങ്ങും എക്സാക്റ്റ് ഡ്രോയിങ് ആണ്. എല്ലാ ഡ്രോയിങ്ങിനും നമുക്കൊരു എക്സാക്റ്റ് പൊസിഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓരോ ഡ്രോയിങ്സിനും അതിന് പർട്ടിക്കുലർ കോർഡിനേറ്റ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ കാഡിലെ കോർഡിനേറ്റ് സിസ്റ്റത്തിന് നമുക്ക് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്നും യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ടോ കാഡിൻ്റെ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡീഫാൾട്ടായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്ന കോർഡിനേറ്റ് സിസ്റ്റമാണ് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഈ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് ആക്സിസ് പോസിറ്റീവ് റൈറ്റ് ഡയറക്ഷനിലേക്കും വൈ ആക്സിസ് പോസിറ്റീവ് ടോപ്പ് ഡയറക്ഷനിലേക്കും സെഡ് ആക്സിസ് യൂസറിനെ പോയിന്റ് ചെയ്ത് പോസിറ്റീവ് ഡയറക്ഷനിലേക്കുമാണ് ഉണ്ടാവുക. അപ്പോൾ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് ആക്സിസ് റൈറ്റ് സൈഡിലേക്കും വൈ ആക്സിസ് ടോപ്പ് സൈഡിലേക്കും സെഡ് ആക്സിസ് ടുവേർഡ്സ് ദ യൂസർ. ഇനി യൂസർ കോർഡിനേറ്റ് സിസ്റ്റം വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. ഇത് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് സിമിലർ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഒറിജിൻ ഏത് പോയിന്റിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒറിജിൻ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെഡ് ആക്സിസ് ഏത് ഡയറക്ഷനിലേക്കും നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. സെഡ് ആക്സിസ് ഏത് ഡയറക്ഷനിലേക്കും ടേൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്കറിയാം ഓട്ടോ കാഡിൽ എല്ലാ ആക്ഷനും പെർഫോം ചെയ്യുന്നത് കമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡിഫറെൻറ്റ് കമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓട്ടോ കാഡ് റെസ്പോണ്ട് ചെയ്യും. ഇനി നമുക്ക് ഓട്ടോ കാഡിൽ ഈ കമാൻഡ്സ് ഒരുപാട് തരത്തിൽ എൻ്റർ ചെയ്യാം. ഫസ്റ്റ് വൺ കമാൻഡ് ലൈനിൽ കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. ഇവിടെ ഈ കമാൻഡ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് ടൂൾ ബാറിൽ നിന്ന് നമുക്ക് കമാൻഡ് ഐക്കൺ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡ്രോ ടൂൾ ബാർ, മോഡിഫൈഡ് ടൂൾ ബാർ, അനോട്ടേഷൻ, ലേയേഴ്സ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൂൾ ബാർസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൂൾസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് കീബോർഡിലെ ഷോർട്ട് കട്ട് കീസ് എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓട്ടോ കാഡിലെ കമാൻഡ് എൻ്റർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് യൂസിങ് പുൾ ഡൗൺ മെനൂസ്. ഇതാണ് പുൾ ഡൗൺ മെനു. ഡ്രോ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡ്രോയിങ് ടൂൾസ് എല്ലാം ഒരു കോളം ആയിട്ട് കാണിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടൂൾസ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡ് പ്രൊവൈഡ് ചെയ്യാം. പുൾ ഡൗൺ മെനു വെച്ചിട്ട് നമുക്ക് കമാൻഡ് പ്രൊവൈഡ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് കേസർ മെനു വെച്ചിട്ടും ഓട്ടോ കാഡിൽ കമാൻഡ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഓട്ടോ കാഡിൽ നമുക്ക് ഇത്രയും ടൈപ്പിൽ കമാൻഡ് എൻ്റർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓട്ടോ കാഡിൽ ഒരു ന്യൂ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഇനീഷ്യൽ സെറ്റിങ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരു ന്യൂ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന സെറ്റിങ്സ് അതിൻ്റെ ലിമിറ്റും യൂണിറ്റും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സെറ്റിംഗ് ലിമിറ്റ്സ് ഓഫ് എ ഡ്രോയിങ്. ഒരു ഡ്രോയിങ്ങിൻ്റെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അതിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയാം. ഒരു ഡ്രോയിങ്ങിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് ലൈനിൽ ലിമിറ്റ്സ് എന്നുള്ള കമാൻഡ് എൻ്റർ ചെയ്യുന്നു. ലിമിറ്റ് എന്നുള്ള കമാൻഡ് എൻ്റർ ചെയ്യുമ്പോൾ അത് തന്നെ നമ്മളോട് ലെഫ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യാൻ പറയും. ഡ്രോയിങ് ഷീറ്റിൻ്റെ ലെഫ്റ്റ് കോർണർ നമ്മൾ ഡീഫോൾട്ടായിട്ട് ലെഫ്റ്റ് കോർണർ 00 എന്നുള്ള വാല്യൂ ആണ് എൻ്റർ ചെയ്യുന്നത്. അതായത് ഈ ഒരു കോർണർ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, 00 എന്ന് എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് കോർണർ സ്പെസിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ലിമിറ്റ് എത്രയാണോ ആ ഒരു ലിമിറ്റിലുള്ള വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ എൻ്റർ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഒരു റൈറ്റ് കോർണർ അവിടെ എന്താവും, സെറ്റ് ആവും. ഈ ലിമിറ്റ് കമാൻഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സൂം ഓൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഡ്രോയിങ് ബൗണ്ടറീനെ നമ്മുടെ കംപ്ലീറ്റ് ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവരും. നെക്സ്റ്റ് സെറ്റിംഗ് ഓഫ് യൂണിറ്റ് ഓഫ് എ ഡ്രോയിങ്. നമ്മളെ ഏത് യൂണിറ്റിലാണ് നമ്മൾ ഡ്രോയിങ് വരക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് സെറ്റ് ചെയ്യും. അതിനുള്ള കമാൻഡ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് എന്ന് തന്നെയാണ് അതിൻ്റെ കമാൻഡ് വരുന്നത്. നമ്മൾ കമാൻഡ് ലൈനിൽ യൂണിറ്റ്സ് എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ടാബാണ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ യൂണിറ്റ് ഓഫ് മെഷർ, പ്രിസിഷൻ വാല്യൂ, ആംഗിൾ ഓഫ് മെഷർ, അതുപോലെ തന്നെ ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഫൈനലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രോയിങ്ങിലുള്ള യൂണിറ്റ് സെറ്റ് ആവും. അപ്പോൾ യൂണിറ്റ് കമാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് യൂണിറ്റ് ഓഫ് മെഷർ, ആംഗിൾ മെഷർമെൻറ്റ്, ഡയറക്ഷൻ ആൻഡ് പ്രിസിഷൻ. ഇനി നമ്മൾ 2D ഡ്രോയിങ് ആണ് വരക്കുന്നതെങ്കിൽ നമ്മൾ വർക്ക് സ്പേസ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്നുള്ള വർക്ക് സ്പേസ് ആണ് സെലക്ട് ചെയ്യുക.
ഇവിടെ നമുക്ക് ഈ ഒരു സെറ്റിംഗ് എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വർക്ക് സ്പേസുകൾ കാണിക്കും. അതിൽ നമ്മൾ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷനാണ് എന്തിൽ ക്ലിക്ക് ചെയ്യുക, 2D ഡ്രോയിങ്ങിൻ്റെ കേസിൽ ക്ലിക്ക് ചെയ്യാം. അതേസമയം 3D ഡ്രോയിങ് ആണെങ്കിൽ നമ്മൾ 3D മോഡലിങ്ങോ 3D ബേസിക്കോ ആണ് ക്ലിക്ക് ചെയ്യുക. അതായത് 3D ഡ്രോയിങ്ങിൻ്റെ കേസിൽ 3D ബേസിക്സ് അല്ലെങ്കിൽ 3D മോഡലിംഗ്, 2D ഡ്രോയിങ്ങിൻ്റെ കേസിൽ വർക്ക് സ്പേസ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്. യൂസർ കൺവീനിയൻസിനനുസരിച്ചിട്ട് ഡ്രോയിങ്ങിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. അത് ഇനീഷ്യൽ സെറ്റിങ്സിൽ പെട്ടതാണ് എന്ത്, ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ്. ഓട്ടോകാഡ് ഡ്രോയിങ് എഡിറ്ററിൽ ബോട്ടത്തിൽ സ്റ്റാറ്റസ് ബാറിലാണ് നമുക്ക് ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് കാണാൻ പറ്റുക. ആ സ്റ്റാറ്റസ് ബാറിൽ ഇതുപോലെയാണ് ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് ഉണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് ആണ് സ്നാപ്പ് ഗ്രിഡ്, ഗ്രിഡ്, ഓർത്തോ, ഒബ്ജക്റ്റ് സ്നാപ്പ്, പോളാർ സ്നാപ്പ്, ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്, ഡൈനാമിക് ഇൻപുട്ട്, ഡൈനാമിക് യൂസിയസ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ്. അതിൽ ഫസ്റ്റ് വൺ ഷോ ഗ്രിഡ്. അതായത് നമ്മുടെ ഡ്രോയിങ് സ്പേസിൽ ഇതുപോലെ ഗ്രിഡുകൾ കാണിക്കുന്ന വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ് എന്ത്, ഷോ ഗ്രിഡ് എന്ന് പറയുന്നത്. ഡ്രോയിങ്ങിൽ നമ്മൾ ഷോ ഗ്രിഡ് ഓൺ ആക്കുമ്പോൾ ഡിസൈഡ് സ്പേസിങ്ങിലുള്ള റെഫറൻസ് ഗ്രിഡ് അവിടെ ഫോം ചെയ്യും. ഈ കാണിച്ചിരിക്കുന്നതാണ് ഷോ ഗ്രിഡിൻ്റെ ഐക്കൺ. നമ്മൾ സ്റ്റാറ്റസ് ബാറിൽ ഈ ഗ്രിഡ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രിഡ് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ ഫങ്ഷണൽ കീ F7 എൻ്റർ ചെയ്തിട്ടും നമുക്ക് ഷോ ഗ്രിഡ് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് സ്നാപ്പ് ടു ഗ്രിഡ്. സ്നാപ്പ് ടു ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോസ് ഹെയറിൻ്റെ മൂവ്മെൻറ്റിനെ ഓരോ ഗ്രിഡ് പോയിന്റിലേക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ് എന്ത്, സ്നാപ്പ് ടു ഗ്രിഡ്. സ്നാപ്പ് ടു ഗ്രിഡ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്രോസ് ഹെയർ ഇതുപോലെയുള്ള ഓരോ ഗ്രിഡ് പോയിന്റിലും ലോക്കായിട്ടാണ് മൂവ് ചെയ്യുക. ഈ കാണിച്ചിരിക്കുന്നതാണ് സ്നാപ്പ് ടു ഗ്രിഡിൻ്റെ ഐക്കൺ. നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ നിന്ന് സ്നാപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ സെറ്റിംഗ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഫങ്ഷണൽ കീ F9 പ്രസ് ചെയ്തിട്ടും സ്നാപ്പ് ടു ഗ്രിഡ് ടോഗിൾ ചെയ്യാൻ പറ്റും. ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്ങിൽ നെക്സ്റ്റ് ഓർത്തോ മോഡ്. ഓർത്തോ നമ്മൾ യൂസ് ചെയ്യുന്നത് കേസറിൻ്റെ മൂവ്മെൻറ്റ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർത്തോ സെറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ഓർത്തോ മോഡൽ ഓൺ ആക്കിയിട്ട് നമ്മൾ ഒരു ലൈന് വരക്കുകയാണെങ്കിൽ ആ ലൈന് ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും. ഈ രണ്ട് ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വരക്കാൻ സാധിക്കുകയുള്ളൂ. ഓർത്തോ മോഡിൻ്റെ ഐക്കണാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റാറ്റസ് ബാറിൽ നിന്ന് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തോ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഫങ്ഷണൽ കീ F8ഉം ഓർത്തോ ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആണ്. അതേപോലെ നമ്മൾ കൺട്രോൾ പ്ലസ് L എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓർത്തോ മോഡ് ഓൺ ആവും. ഇവിടെ ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഓർത്തോയുടെ സിമ്പൽ. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് പോളാർ ട്രാക്കിംഗ്. കേഴ്സർ സ്പെസിഫിക് ആംഗിൾസിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളാർ ട്രാക്കിംഗ് സെറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെനു ബാറിലെ ടൂൾസിൽ നിന്ന് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളാർ ട്രാക്കിംഗ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫങ്ഷണൽ കീ F10 ഉപയോഗിച്ച് നമുക്ക് പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ സ്റ്റാറ്റസ് ബാറിൽ നിന്ന് പോളാർ ട്രാക്കിങ്ങിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്നതാണ് പോളാർ ട്രാക്കിംഗ് ഐക്കൺ. നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ പോളാർ ട്രാക്കിംഗ് ഐക്കൺ ഓൺ ആക്കിയതിന് ശേഷം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഇതേപോലെ ഡിഫറെൻറ്റ് ആംഗിൾസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഏത് ആംഗിളാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ആംഗിൾസിൽ എത്തുമ്പോഴത്തേക്കും കേഴ്സേഴ്സ് ലോക്ക് ആവും. ഇവിടെ 45, 90, 135 സെറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 45 എത്തുമ്പോഴും 90 എത്തുമ്പോഴത്തേക്കും 135 ആംഗിളിൽ എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, കേഴ്സർ ലോക്ക് ആവും. അപ്പോൾ പോളാർ ട്രാക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേഴ്സർ ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് ആംഗിൾസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ഒബ്ജക്റ്റ് സ്നാപ്പ്. ഡ്രോയിങ്ങിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ പോയിൻറ്റ്സ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഡ്രോയിങ്ങിൽ ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ പോയിൻറ്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിങ്ങിൻ്റെ ഐക്കൺ. നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ നിന്ന് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ് ടോഗിൾ ചെയ്യാം. അതുപോലെ തന്നെ
അതുപോലെ തന്നെ ഫംഗ്ഷൻ കീ പറയുകയാണെങ്കിൽ F3 ആണ് ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻ കീ. സ്റ്റാറ്റസ് ബാറിൽ ഇവിടെ ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടും. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ എൻഡ് പോയിന്റ്, മിഡ് പോയിന്റ്, സെൻറ്റർ പോയിന്റ്, അതിലേക്കുള്ള പെർപെൻഡിക്കുലർ, ടാൻജൻറ്റ്, അതുപോലെ ഡിഫറെൻറ്റ് പോയിന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ടിക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഓരോ പോയിന്റുകളും എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. ഇവിടെ ഈ പോയിന്റുകൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ ആ റെസ്പെക്റ്റീവ് പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഡിഫറെൻറ്റ് പോയിന്റ്സുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഡിഫറെൻറ്റ് ഐക്കൺസ് ഉണ്ട്. ആ ഐക്കൺസ് അവിടെ ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാവും, അത് നിയറസ്റ്റ് പോയിന്റ് ആണോ, അല്ലെങ്കിൽ എൻഡ് പോയിന്റ് ആണോ, മിഡ് പോയിന്റ് ആണോ, സെൻറ്റർ പോയിന്റ് ആണോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിലെ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ പോയിന്റ്സിനെ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലോ ആയിട്ടോ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ജോമെട്രിക്കൽ പോയിന്റിൽ കേഴ്സർ വെച്ചിട്ട് ആ കേഴ്സർ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ലൈനിൽ ആ ഒരു പോയിന്റിൻ്റെ ട്രാക്കിംഗ് പാത്ത് നമ്മുടെ ഡ്രോയിങ്ങിൽ കാണിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിങ്ങിൻ്റെ ഐക്കൺ ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F11 ആണ്. F11 ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് സെറ്റിംഗ് ടോഗിൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ നിന്ന് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്ത് ചെയ്യാം, ഓൺ ചെയ്യാം. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ഡൈനാമിക് യൂസേഴ്സ്. നമ്മൾ ഡൈനാമിക് യൂസേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ 3D സോളിഡ്സിനെയൊക്കെ വരക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂസർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ XY പ്ലെയിന് സോളിഡ്സിൻ്റെ പ്ലാനാർ ഫേസുമായിട്ട് ടെമ്പറലി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രോയിങ്സ് വരക്കാൻ പറ്റും. യൂസിയസിൻ്റെ XY പ്ലെയിന് സോളിഡ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിന്റെ പ്ലെയിനുമായിട്ട് ടെമ്പററി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡൈനാമിക് യൂസിയസ് ഉപയോഗിക്കുന്നത്. ഡൈനാമിക് യൂസിയസിന് നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ നിന്ന് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫംഗ്ഷൻ കീ F6 വെച്ചിട്ടും ഡൈനാമിക് യൂസിയസിനെ ഓൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡൈനാമിക് ഇൻപുട്ട്. ഡൈനാമിക് ഇൻപുട്ട് നമ്മൾ ടേൺ ഓൺ ചെയ്യുമ്പോൾ കേഴ്സറിന്റെ നിയർ ആയിട്ട് നമുക്ക് കമാൻഡ് ഇന്റർഫേസും കൂടി അവൈലബിൾ ആവും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് നമുക്ക് കേഴ്സറിന്റെ സൈഡിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈനാമിക് ഇൻപുട്ട് സെറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡൈനാമിക് ഇൻപുട്ട് സെറ്റിംഗിന് നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ നിന്ന് ഈ ഡൈനാമിക് ഇൻപുട്ട് സെറ്റിംഗ്സിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ ഫംഗ്ഷൻ കീ F12 യൂസ് ചെയ്തിട്ടും ഡൈനാമിക് ഇൻപുട്ട് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ വരുന്നത്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഓരോ സെറ്റിംഗ്സും അതിന്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന ഫംഗ്ഷൻ കീസും എന്തൊക്കെയാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഈ ഫംഗ്ഷൻസ് കീസ് എക്സാമിന് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീബോർഡിലെ 12 ഫംഗ്ഷൻ കീസിന്റെ ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിലെ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് F1 ഹെൽപ്പ് ടാബ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് F1 യൂസ് ചെയ്യുന്നത്. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് സ്ക്രീൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് F2 യൂസ് ചെയ്യുന്നത്. അതായത് F2 പ്രസ് ചെയ്യുമ്പോൾ കമാൻഡ് ലൈനിൽ നമ്മൾ കൊടുത്ത എല്ലാ ടെക്സ്റ്റുകളും ഡിസ്പ്ലേ ആവും. അതുപോലെ ഫംഗ്ഷൻ കീ F3 നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് മോഡ് ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. F4 യൂസ് ചെയ്യുന്നത് 3D ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, F4 ഫംഗ്ഷൻ കീ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ F5 ഫംഗ്ഷൻസ് കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസോ പ്ലെയിൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ F5 ഫംഗ്ഷൻസ് കീ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, F5 ഫംഗ്ഷൻ കീ ഐസോ പ്ലെയിൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് F6 നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് യൂസേഴ്സ് ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. F7 നമ്മൾ ഗ്രിഡ് മോഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. F8 ഓർത്തോ മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, F8 ഉപയോഗിക്കുന്നത്. F9 സ്നാപ്പ്
മോഡ് ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനുമാണ് എന്ത് F9. F10 പോളാർ ട്രാക്കിംഗ് മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് എന്ത് F10 യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ F11 ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ F12 ഉപയോഗിക്കുന്നത് ഡൈനാമിക് ഇൻപുട്ട് മോഡ് ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് F12 ഫംഗ്ഷൻ കീസ് യൂസ് ചെയ്യുന്നത്. ഈ ഓരോ ഫംഗ്ഷൻ കീസും ഏതൊക്കെ സെറ്റിങ്സ് ടോഗിൾ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ ഫംഗ്ഷൻ കീസിനെയും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓട്ടോകാഡിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട്സ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ഓരോ ഷോർട്ട് കട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ജനറൽ ഫീച്ചേഴ്സിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്സ്. ഫസ്റ്റ് വൺ Ctrl+D. Ctrl+D നമ്മൾ യൂസ് ചെയ്യുന്നത് കോർഡിനേറ്റ് ഡിസ്പ്ലേ ടോഗിൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഡൈനാമിക് യൂസേഴ്സ് ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് Ctrl+D എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത്. Ctrl+G യൂസ് ചെയ്യുന്നത് ഗ്രിഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ്, Ctrl+G. നെക്സ്റ്റ് Ctrl+E നമ്മൾ ഉപയോഗിക്കുന്ന ഐസോമെട്രിക് പ്ലെയിൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+E നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐസോ പ്ലെയിൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Ctrl+E യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞത് ഫംഗ്ഷൻ കീ F5 യൂസ് ചെയ്യാം. നെക്സ്റ്റ് Ctrl+F നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനുമാണ് Ctrl+F യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് Ctrl+H നമ്മൾ യൂസ് ചെയ്യുന്നത് പിക് സ്റ്റൈല് ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് Ctrl+H യൂസ് ചെയ്യുന്നത്. Ctrl+Shift+H നമ്മൾ യൂസ് ചെയ്യുന്നത് പല്ലറ്റ് ഹൈഡ് ചെയ്യാനാണ്. അതായത് ഇതിൻ്റെ ഇവിടെയുള്ള ഈ റിബൺസിലുള്ള പല്ലറ്റുകൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+Shift+H നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ക്രീൻ മാനേജിങ്ങിനുള്ള ഷോർട്ട് കട്ട് കീസ് Ctrl+0. Ctrl+0 സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് Ctrl+0. നെക്സ്റ്റ് Ctrl+1 പ്രോപ്പർട്ടി പല്ലറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് Ctrl+1 യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പല്ലറ്റ് ലൈൻ വെയിറ്റ്, ലൈൻ ടൈപ്പ്, ലൈൻ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പല്ലറ്റാണ് പ്രോപ്പർട്ടി പല്ലറ്റ്. ഡ്രോയിങ്ങിൻ്റെ പ്രോപ്പർട്ടി പല്ലറ്റ് ഓൺ ചെയ്യാനാണ് നമ്മൾ Ctrl+1 കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് Ctrl+2 നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസൈൻ സെൻറ്റർ പല്ലറ്റ് ഓൺ ചെയ്യാനാണ്. നെക്സ്റ്റ് Ctrl+3 ടൂൾ പല്ലറ്റ് ഓൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. അതായത് ഡ്രോ ടൂള്, മോഡിഫൈ ടൂള്, ഇതുപോലെയുള്ള ടൂൾ പല്ലറ്റുകൾ ഓൺ ചെയ്യാനുള്ള കീ ആണ് എന്ത് Ctrl+3. നെക്സ്റ്റ് Ctrl+4 ഷീറ്റ് സെറ്റ് പല്ലറ്റ് ഓൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് Ctrl+4. നെക്സ്റ്റ് Ctrl+6 DB കണക്ട് മാനേജർ എന്നുള്ള ടാബ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+6 നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ Ctrl+7 മാർക്കപ്പ് സെറ്റ് മാനേജർ പല്ലറ്റ് ഓൺ ചെയ്യാനാണ് Ctrl+7. നെക്സ്റ്റ് Ctrl+8 ക്വിക്ക് കാൽക്കുലേഷൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വിക്ക് കാൽക്കുലേറ്ററിന് വേണ്ടിയിട്ടാണ് Ctrl+8 നമ്മൾ യൂസ് ചെയ്യുന്നത്. Ctrl+9 കമാൻഡ് ലൈൻ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+9 എന്നുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കമാൻഡ് ലൈൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് Ctrl+9.